പെരുമ്പളം പാലം ഉദ്ഘാടനം ഫേസ്ബുക്ക് ലൈവ് ഇട്ട് ജി സുധാകരൻ. ഉദ്ഘാടന ചടങ്ങിൽ ജി സുധാകരൻ നേരിട്ട് പങ്കെടുക്കുന്നില്ല. LDF സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നുകൂടിയാണ് ഈ പെരുമ്പളം പാലം. അതിന്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. ജി സുധാകരൻ നേതൃത്വവുമായി കാര്യമായി അകന്നു നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഇത് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. അതിനിടയിലും അനുനയ ചർച്ചകളൊക്കെ തുടർന്ന് വന്നിരുന്നു. ഇന്നലെ CS സുജാതയൊക്കെ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടിരുന്നു. പക്ഷെ എപ്പോഴും മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, താൻ ഒരു അനുഭാവിയായി തുടരുമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ജി സുധാകരൻ. ഇപ്പോൾ പെരുമ്പളം പാലം LDF സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ദിവസം, അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ പേജിലൂടെ അദ്ദേഹം ലൈവായിട്ടിരിക്കുന്നുള്ളതാണ്. അത് നൽകുന്ന സൂചനകൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫൈസൽ അസീസ് ഉണ്ട്. ഫൈസൽ, ഈ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം ലൈവായി അദ്ദേഹത്തിന്റെ പേജിലൂടെ പുറത്തു വരുന്നത് എന്ത് സൂചനയായി കാണണം? ഫൈസൽ, സൈഫുദ്ദീൻ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ജി സുധാകരന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. അതായത് ഈ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ മുൻപ് തന്നെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോയും അതുപോലെ പേരും ഉൾപ്പെടുത്തിയ പോസ്റ്ററും കഴിഞ്ഞ ദിവസം പുറത്തുവരുന്നു. ഇന്ന് പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടവും തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വെച്ച് ഇരിപ്പിടവും തയ്യാറാക്കിയിട്ടുണ്ട് ജി സുധാകരന്റെ. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് ഫെബ്രുവരി 24 വ്യക്തമാക്കിയത്. ഫെബ്രുവരി 24 പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പോലും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള സംബന്ധിച്ച്. കാരണം അദ്ദേഹം ഈ ബാത്റൂമിൽ തെന്നി വീണതിനുമായി ബന്ധപ്പെട്ട് കാലിൽ പരിക്കുള്ളതിന് അദ്ദേഹം ചികിത്സയിലാണ്, ഫിസിയോതെറാപ്പി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഉദ്ഘാടന പരിപാടിക്കോ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾക്കോ പുറത്തെ പോലും ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെരുമ്പളം പാലത്തിന് ഉദ്ഘാടനത്തിന് നേരത്തെ മുഹമ്മദ് റിയാസ് ക്ഷണിച്ചിരുന്നു എന്നും അതിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം മുന്നേ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ആരംഭിച്ചിരിക്കുന്നത്. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ആരംഭിച്ചിരിക്കുന്നു. അതായത് അതിനെ കാണേണ്ടത്, അതായത് ഈ സർക്കാരുമായി ഇത്തരത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പെരുമ്പളം പാലത്തിന്റെ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പെരുമ്പളം പാലത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും കാണേണ്ടതില്ല എന്നതിലാണ് അദ്ദേഹത്തിന് അടുത്ത വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാത്തതിന്റെ ഒരു വിഷമവും കൂടി, അത് പങ്കെടുക്കാൻ സാധിക്കാത്തതിന്റെ ഒരു വിഷമവും കൂടി അദ്ദേഹം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം പെരുമ്പളം പാലത്തിന് ഉദ്ഘാടന ദൃശ്യങ്ങളൊക്കെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ലൈവ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ.